പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിമത തൃണമൂൽ എംപിമാരുടെ പ്രതിനിധിയായി കകോലി ഘോഷിനെ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. FCRA ഉൾപ്പെടെ 5 ബില്ലുകൾ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടി. എന്നാൽ അയോധ്യ, നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെയാണ് നിർണായകമായ സർവകക്ഷി യോഗം ഇന്ന് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തത്. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിനാണ് സർവകക്ഷി യോഗം ആദ്യം സാക്ഷ്യം വഹിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി NCPI എന്ന് പറയുന്ന പാർട്ടിക്ക് ജീവൻ വെപ്പിച്ചുകൊണ്ടാണ് കകോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിലുള്ള 20 MPമാർ തങ്ങളുടെ പ്രതിനിധിയെ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലേക്ക് അയച്ചത്. എന്നാൽ ഇത്തരമൊരു പാർട്ടിയെ സ്പീക്കർ അംഗീകരിക്കാതെ എങ്ങനെ സർവകക്ഷി യോഗത്തിലേക്ക് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു എന്ന ചോദ്യം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. വാക്കൌട്ടിന് ശേഷം പ്രതിഷേധം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. FCRA അടക്കം 5 പ്രധാനപ്പെട്ട ബില്ലുകളാണ് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. എന്നാൽ FCRA നിയമ ഭേദഗതി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിർദ്ദേശം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് വഴങ്ങുമോ എന്നതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ പാർലമെന്റ് ആരംഭിച്ച ആദ്യ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ചേരാറുള്ള ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗം ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർത്തതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയും ആരോപിക്കുന്നത്. ഇന്ന് തന്നെ 5 മണിക്ക് BS മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു കൂട്ടിയതിൽ വലിയ ഗവൺമെന്റിന് എന്തൊക്കെ പെട്ടെന്ന് പാസ്സാക്കാനുള്ള ധൃതിയാണ്. പ്രതിപക്ഷ പാർട്ടികളിലെ MPമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിയിട്ടും ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ഇതുവരെയും NDAക്ക് സാധിച്ചിട്ടില്ല. DMK തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സാഹചര്യത്തിൽ 20 വർഷത്തേക്ക് മണ്ഡല പുനർനിർണയം മാറ്റിവെക്കണമെന്നാണ് DMK ആവശ്യപ്പെട്ടത് എന്ന് യോഗത്തിന് ശേഷം ജോൺ ബ്രിട്ടാസ് MPയും പറഞ്ഞു. DMK പാട്ടിലാക്കി എന്നുള്ള ഒരു പ്രതീതി ചില കോണുകളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ആ രൂപത്തിലല്ല TR ബാലുവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കൽ, FCRA തുടങ്ങി നിരവധി നിയമങ്ങൾ ഇത്തവണ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നിർമ്മിക്കാനാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ള എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ പാർലമെന്റിന്റെ ആദ്യ ദിനം മുതൽ തന്നെ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.